ഗായ്സ്, നമ്മൾ ഇന്ന് വള്ളാർപാടം പോയ കഥയാട്ടോ. നമുക്ക് ഒരുപാട് നേർച്ചകളുണ്ടല്ലോ ഈസുവിനെ കിട്ടിയത്. നമ്മുടെ ഈശോയുടെ രൂപം കണ്ടിട്ടപ്പോൾ കരഞ്ഞു കേട്ടോ. കാരണം ഈശു ഇങ്ങനത്തെ രൂപം ആദ്യമായിട്ടോ കാണുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ വള്ളാർപാടത്ത് പോയി വള്ളാർപാട് അമ്മയെ കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറഞ്ഞു കേട്ടോ. ഈ കിളികളൊക്കെ ഉള്ളത് നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നേ. ഈശോയുടെ രൂപം കണ്ട് കുഞ്ഞ് കരഞ്ഞപ്പോൾ നമ്മൾ ഈ കിളിയിലേക്ക് കാണിച്ചിട്ട് സമാധാനിപ്പിച്ചേ. അവൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഈശോയുടെ രൂപം. അവൻ കണ്ടിട്ടുള്ളതൊക്കെ വേറെ രീതിയിലുള്ള രൂപങ്ങളാണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. വൃത്തിയും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നിന്നൊരു സ്ഥലമാണ്. അങ്ങനെ മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ചരിത്രത്തെ പറ്റി വിശദീകരിക്കുന്നൊരു ഹോളുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും വിശദീകരമായി എഴുതിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. നല്ല രസം ഇവിടുന്ന് വായിക്കാനും ഇവിടുത്തെ കഥകളൊക്കെ കൂടുതൽ അറിയാനുമേ. അങ്ങനെ മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ടൊരു നേർച്ചയായിട്ടോ നമ്മൾ ചൂല് കൊണ്ട് തൂക്കുക എന്നുള്ളത്. ഞാൻ ഈ ചൂല് വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്നതാട്ടോ. നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നല്ല വൃത്തിയായി ഇരുന്ന് നമ്മൾ ചൂല് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് തൂക്കും. ഇവിടെയും ചൂല് നമുക്ക് കിട്ടും കേട്ടോ തൂക്കാനായിട്ട്. എൻ്റെ ഇസൂര് തൂക്കുന്നത് ഒരു ഹരമായതുകൊണ്ട് അവന് ഞാനൊരു കുഞ്ഞു ചൂല് കെട്ടിയായിരുന്നേ. അപ്പോൾ ആദ്യം അവന് ഈർക്കൽ ചൂല് അതങ്ങോട്ട് പിടിയിട്ടില്ലെങ്കിൽ പിന്നെ അവന് സ്ട്രാറ്റജി പിടികിട്ടി. പിന്നെ അവൻ നന്നായിട്ട് തൂക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൂത്ത് നേർച്ചയൊക്കെ കഴിഞ്ഞു. ഫുൾ ഒന്നൊക്കെ എന്തോ ഒരു സ്ഥലം ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഭയങ്കര അടിപൊളി പൂക്കളൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്, താങ്ക് യു.